വണക്കം. ബിഗ് ടി വി ഇതാണിപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ബിഗ് ടി വി വരുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് നമ്മുടെ പുഷ്പം പ്രകാശ് അണ്ണനും പിന്നെ നമ്മുടെ ട്രിപ്പ് പോട്ടർ ചാനലിലെ നമ്മുടെ ആൻഡ്രു അഗസ്റ്റിൻ അണ്ണനുമാണ്. പക്ഷേ ഈ ചാനലൊന്നും വന്നാൽ എന്നെ തകർക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ആൻഡ്രു അഗസ്റ്റിൻ അണ്ണൻ കട്ടയ്ക്ക് പിടിച്ചിരിക്കുന്നുണ്ട്. നീ ഒരു വെട്ട് വെട്ടിയാൽ ഞാൻ 10 വെട്ട് തിരിച്ചു വെട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആൻഡ്രു അഗസ്റ്റിൻ അണ്ണൻ ഇപ്പോൾ ബിഗ് ടി വിയുടെ ലോഗോ ലോഞ്ച് ഒക്കെ കണ്ടല്ലോ. ഈ ലോഗോ ലോഞ്ചിന് നമ്മുടെ ബിഗ് ടി വി ഇതുവരെ നമ്മുടെ മലയാളം ചാനലുകളൊന്നും കാണാത്ത രീതിയിൽ വളരെ സിനിമാറ്റിക് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയുടെ ഈ സംസാരമൊക്കെ ഭയങ്കര വൈറലായിരുന്നു. നമ്മുടെ ബിഗ് ടി വിയുടെ ആൾ അനിൽ ഐരൂര് എന്ന് പറയുന്നത് രജമൗലിയെക്കാട്ടിലും മേലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ആൻഡ്രു അഗസ്റ്റിന് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അണ്ണനെ ഇളവി. അണ്ണൻ പിന്നെ എന്ത് ചെയ്തു? അണ്ണൻ റിപ്പോർട്ടർ ചാനലിലെ എല്ലാ മാധ്യമപ്രവർത്തകരെയും വിളിച്ചു കൂട്ടി അതുപോലൊരു കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞാൽ കുന്നംകുളം സെറ്റപ്പ് ആണെങ്കിലും അണ്ണൻ നടത്തി. 2 ബേസ് ബോർഡും അടുക്കി വെച്ച് അണ്ണൻ എന്തൊക്കെയോ വന്ന് പറയുന്നു. പിന്നെ അണ്ണൻ ഇറങ്ങി വരുന്നത് തൊട്ട് അണ്ണൻ അവിടെ സംസാരിക്കുന്നത് വരെയുള്ള റീലുകൾ താനാന് 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 താനാത്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. പോരാത്തതിന് 100 ജേർണലിസ്റ്റുകളെയാണ് നമ്മൾ ഒരു ദിവസം ഹയർ ചെയ്യുന്നത് എന്നാണ് അണ്ണൻ പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കാരണം ഇവന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി കൊണ്ടാണെങ്കിലും ഇവിടെയുള്ള ജേർണലിസ്റ്റുകൾക്ക് ഇത്തിരി പോയ ശമ്പളം കൂട്ടിക്കൊടുക്കുക ഇവന്മാരൊക്കെ തയ്യാറായല്ലോ എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ബിഗ് ടി വി അങ്ങനെ ജേർണലിസ്റ്റുകൾക്ക് ശമ്പളം കൂട്ടിക്കൊടുത്ത് ശമ്പളം എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്നതിലും അവരെ സ്വപ്നം കാണുന്നതിലപ്പുറം ശമ്പളം കൊടുത്ത് ബിഗ് ടി വി ജേർണലിസ്റ്റുകളെ എടുക്കുന്നു. ജേർണലിസ്റ്റുകളെ കൊച്ചിയിലാണ് ഇവരുടെ ഓഫീസ് എന്ന് പറഞ്ഞ് എടുക്കുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു? ജേർണലിസ്റ്റുകളൊക്കെ വരുന്നു. ജേർണലിസ്റ്റുകളൊക്കെ വന്ന് ലോഗോ ലോഞ്ചൊക്കെ കഴിയുന്നു. അങ്ങനെ ലോഗോ ലോഞ്ചൊക്കെ കഴിയുമ്പോഴാണ് ഇവർ പറയുന്നത് കൊച്ചിയിലല്ല, നമ്മുടെ ഓഫീസ് ഹൈദരാബാദിലാണെന്ന്. ഈ ഹൈദരാബാദിലാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എല്ലാവരെയും കൊണ്ടുപോകാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ വന്നവരെന്ത് ചെയ്യുന്നു? വന്ന കുറച്ച് ആൾക്കാരൊക്കെ പാനിക്കായെന്നോ, കുറച്ച് പേര് പോയെന്നോ, കുറച്ച് പേര് ജോലി വേണ്ടാന്ന് വെച്ചെന്നോ അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഏറിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും അങ്ങനെ നമ്മുടെ സുജയ പാർവതി ആൻഡ് ടീം വിത്ത് അനിൽ ഐരൂർ നേരെ ഹൈദരാബാദിലേക്ക് വണ്ടി കയറുകയാണ്. നേരത്തെയും ഹൈദരാബാദിൽ നിന്ന് കുറ്റിയും പറിച്ച് ഇങ്ങോട്ടേക്ക് വന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേരാണ് ന്യൂസ് 18 കേരളം എന്ന് പറയുന്നത്. അംബാനി നല്ല പൈസ ഇറക്കിയാണ് ന്യൂസ് 18 കേരളത്തിന് ഇങ്ങോട്ടേക്ക് എടുത്തു വിട്ടത്. ന്യൂസ് 18 കേരളത്തിന് ഇങ്ങോട്ടേക്ക് എടുത്തു വിട്ട് അവർക്ക് ലോകത്തില്ലാത്ത ഫെസിലിറ്റി എല്ലാം കൊടുത്തെങ്കിലും അതിൽ വന്ന ജേർണലിസ്റ്റുകളെല്ലാം തന്നെ ദേശാഭിമാനിയിൽ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റുകളെ കാട്ടിലും നല്ല മാട്ട് കമ്മികളായതുകൊണ്ട് തന്നെ ഒരു മിനി കൈരളി പീപ്പിളായി മാറാൻ മാത്രമേ ന്യൂസ് 18 കേരളത്തിന് സാധിച്ചുള്ളൂ. പിന്നെ അതിൻ്റെ തലപ്പത്ത് വേറെ പല ജേർണലിസ്റ്റുകളെയും കൊണ്ടുവന്ന് അതിനെ അഴിച്ചു പണി നടത്തി ഉള്ള ജേർണലിസ്റ്റുകളെയൊക്കെ അങ്ങോട്ട് മാറ്റിയിരുത്തി നിങ്ങൾ ഒരു പണിയും ചെയ്യണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വെറുതെ ഇരുന്ന് തന്നാൽ മതി, ശമ്പളം മാത്രം ഞാൻ തന്നോളാം എന്ന് പറഞ്ഞ് അംബാനി അണ്ണൻ 2 ഞട്ടിലും 3 ബോൾട്ടിലും ഓടുന്ന ഈ ചാനലിനെ എന്ത് ചെയ്തു? നവീകരിച്ച് തുടങ്ങി. അങ്ങനെയാണ് അത് ദേശീയതയുടെ വഴിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബാർക്കിലും ഒന്നും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ന്യൂസ് 18 കേരളം കുറച്ചൊക്കെ കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അംബാനി ഇടയ്ക്ക് ഒരു വാണിംഗ് ഒക്കെ കൊടുത്തെന്ന് കേട്ടു. അതായത് ഇനി ഇവിടെ കിടന്ന് മുട കാണിച്ചാൽ ചാനലിൽ ഒരു കയറ്റം ഇല്ലെങ്കിൽ ഈ 2 ഞട്ടും ബോൾട്ടും അഴിച്ചുകൊണ്ട് ഈ സ്റ്റേജ് മൊത്തത്തിൽ ഇളക്കിക്കൊണ്ട് ഞാൻ വല്ല ഹൈദരാബാദിലും കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞു എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും അതൊക്കെ അവിടെ നിന്നോട്ടെ. അങ്ങനെ ഇവർ നേരെ ഹൈദരാബാദിലേക്ക് പോവുകയാണ്. ഹൈദരാബാദിൽ അവിടെ ചെന്നിറങ്ങിയിട്ടാണ് ബാക്കി പ്രവർത്തനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിൽ വന്നിരിക്കുന്ന പുതിയൊരു വിവാദം എന്ന് പറയുന്നത് ബിഗ് ടി വിയുടെ ഫേസ്ബുക്ക് പേജുമായി ബന്ധപ്പെട്ട വിവാദമാണ്. എന്താണ് ബിഗ് ടി വിയുടെ ഫേസ്ബുക്ക് പേജുമായിട്ട് ബന്ധപ്പെട്ട വിവാദം? ബിഗ് ടി വി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഫേസ്ബുക്ക് പേജിന് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ആ വിവാദം എന്ന് പറയുന്നത്. അതൊരു വലിയ വിവാദമാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. കാരണം ഏതെങ്കിലും പേജ് മേടിച്ചതായിരിക്കാം, അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. പക്ഷേ എങ്കിലും അനിൽ ഐരൂർ എന്ന് പറയുന്ന നമ്മുടെ മീഡിയ ഇൻഡസ്ട്രിയിലെ രജമൗലി വരുമ്പോൾ ഇങ്ങനെയൊക്കെ പേജ് മേടിച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ എണ്ണ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ഉയർത്തുന്നുണ്ട്. പിന്നെ പോരാത്തതിന് എല്ലാ ജേർണലിസ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ ഫീൽഡിലും അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളും സ്ക്രാച്ചിൽ നിന്നാണ് അവരുടെ പേജുകൾ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ 0 ഫോളോവേഴ്സിൽ നിന്നാണ് അവരുടെ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ മാത്രം അങ്ങനെയല്ല സംഭവിച്ചതെന്ന് പറയുന്നു. പോരാത്തതിന് ഈ പേജ് തുറന്നു നോക്കിയപ്പോൾ ഇത് പണ്ടങ്ങാണ്ട കാലത്തൊരു തുണ്ട് പേജായിരുന്നു നിന്നും ആ തുണ്ട് പേജിനകത്ത് വെട്ടിയിട്ട പല ഫോട്ടോസും വീഡിയോസൊന്നും ഇപ്പോഴും റിമൂവ് ചെയ്തിട്ടില്ല എന്നുമാണ് പല ആൾക്കാർ പറയുന്നത്. കണ്ണുകടി കൊണ്ട് പറയുന്നതായിരിക്കും എന്നാണ് ഞാനും വിചാരിച്ചത്. അപ്പോൾ കാണാൻ ഇടാവരുന്നു ജോയ് തമലത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൻ്റെ പുറകെ വരുന്ന നമ്മുടെ ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ജോയ് തമലത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ടി വി ചരിത്രം സൃഷ്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കഥാർസിസ് എന്ന പേജാണ് വിലയ്ക്ക് വാങ്ങിയതെന്ന് ഉറപ്പിക്കുന്നു. അത്യാവശ്യം പഴയ പേജിലെ ഐറ്റം ഹോട്ട് ഫോട്ടോകളെങ്കിലും നീക്കിയ ശേഷം ചാനലിലെ യഥാർത്ഥ വീഡിയോകളും ഫോട്ടോകളും ഷെയർ ആക്കിയിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകുന്നു. ബിഗ് ടി വി 24/7 ഏറെ പ്രിയപ്പെട്ട ധാരാളം
സുഹൃത്തുക്കൾ ചേക്കേറിയ പുതിയ വാർത്താ ഇടമാണല്ലോ. വാർത്താ പ്രാന്തന്മാരായിട്ടുള്ള എന്നെപ്പോലുള്ളവർ ചാനലിൻ്റെ മികവുറ്റ വാർത്താ പൊളിച്ചെടുക്കലുകൾ കാണാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇനി മലയാള വാർത്താ ചാനലുകളുടെ ചരിത്രം രണ്ടായി വിഭജിക്കപ്പെടുമെന്ന് പറയുന്നവരെ ചുറ്റുപാടും കാണാനും കഴിയും. ചാനലിൻ്റെ ഒഫീഷ്യൽ FB പേജ് നോക്കിയാൽ ആരും ഞെട്ടിപ്പോകും. അത്രയധികം ഫോളോവേഴ്സ് ഉണ്ട്. ചുമ്മാതൊന്ന് ഉദ്ഘാടന പടങ്ങൾ നോക്കാൻ ശ്രമിച്ചതാണ് ഞാനും. ശരിക്കും അന്തം വിട്ടുപോയി. കഥാർസിസ് എന്ന പേജ് ചാനൽ വിലയ്ക്ക് വാങ്ങിയതാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകും. ഒറിജിനൽ പേജുകാരൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചൂടൻ ഫോട്ടോകളെങ്കിലും ഡിലീറ്റ് ചെയ്ത ശേഷം ചാനലിൻ്റെ കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള പേജൊക്കെ വാങ്ങുമ്പോൾ മുതലാളിമാർ ആ പേജിൻ്റെ അസ്ഥിവാരം തോണ്ടി നോക്കാത്തത് കടന്ന കൈയായിപ്പോയി. കേരളത്തിൽ ഒന്നിൽ നിന്ന് തുടങ്ങി ലൈക്കും ഫോളോവേഴ്സും കൂട്ടിയ ന്യൂസ് ചാനലുകളെ പിന്നിലാക്കാനുള്ള വെപ്രാളത്തിൽ ഇക്കാര്യം വിട്ടുപോയതായിരിക്കാം. ബിഗ് TV ചരിത്രം സൃഷ്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. തിരുത്താനുള്ളത് ഭയരഹിതമെന്നേ തിരുത്തുമല്ലോ എന്നാണ് ജോയ് തമലം പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജനത്തിൽ അനിൽ നമ്പ്യാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായിരുന്നാലും ഇപ്പോൾ വരുന്ന വാർത്തകൾ, വേറൊരു വാർത്തകൾ എന്ന് പറയുന്നത് റിപ്പോർട്ടറിൽ നിന്ന് ചില ബിഗ് TV ചാരന്മാരെയും പുറത്താക്കിയിട്ടുണ്ട് എന്ന് പണ്ട് റിപ്പോർട്ടറിൽ കറങ്ങി നടന്ന, ഇപ്പോൾ നമ്മുടെ സിനിമാ താരങ്ങളുടെ മൂടും താങ്ങി അവരുടെ പിറകിൽ നടക്കുന്ന ഒരു യമണ്ടർ റിപ്പോർട്ടർ. പണ്ട് അവിടെ ക്യാമറ പിടിക്കാമെന്നവനാണ്, ഇപ്പോൾ റിപ്പോർട്ടറായി കയറി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരുന്നാലും ലവൻ പറഞ്ഞിട്ടുണ്ട്. ലവൻ പറയുന്നത് യഥാർത്ഥത്തിൽ ബിഗ് TVയിലുള്ള സുജയ പാർവതിയെ അതിൻ്റെ ലോഗോ ലോഞ്ചിന് കൊണ്ടുപോയി എത്തിച്ച റിപ്പോർട്ടർ ചാനലിലെ ഡ്രൈവറെ റിപ്പോർട്ടർ ചാനൽ പിരിച്ചുവിട്ടു. പോരാത്തതിന് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും പിരിച്ചു വിട്ടിട്ടുണ്ട്. കാരണം ബിഗ് TVയിൽ പോയ ജേർണലിസ്റ്റുകൾക്ക് ഇവർ സൗഹൃദം പുലർത്തുന്നു, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനൽ പിരിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും മാധു സജ്ജി അടക്കമുള്ളവർ റിപ്പോർട്ടർ ചാനലിൽ വന്ന സാഹചര്യത്തിൽ റിപ്പോർട്ടർ വീണ്ടും കുതിച്ചു പൊങ്ങും എന്നാണ് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബിഗ് TV ലോഞ്ച് ആയിട്ടില്ല. എന്താണ് ബിഗ് TVയിലൂടെ കാണിക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് അനിൽ അയിരൂർ അണ്ണൻ വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഊഹം വെച്ചിട്ട് അവിടെ നിൽക്കുന്ന സകല മാധ്യമ പ്രവർത്തകരുടെയും സകല ആൾക്കാരുടെയും എന്താണ് അവരുടെ രാഷ്ട്രീയമെന്നും അവരിനി കാണിക്കാൻ ഒന്നുമില്ല. അവർ കാണിച്ചുകൊണ്ടിരുന്ന ചാനലിൽ എന്താണോ കാണിച്ചത് അത് ഒരു ചാനൽ മാറി നിന്ന് കാണിക്കാൻ പോകുന്നു. ഇത് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി AI എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ അണ്ണന് കാണിക്കുക. അതൊരു നല്ലൊരു കാണിപ്പായിരിക്കും. അതായത് മരിച്ചുപോയ ആൾക്കാരൊക്കെ AI പ്രത്യക്ഷപ്പെട്ടുള്ള ഇൻ്റർവ്യൂകൾ അങ്ങനെയൊക്കെ കാണിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാം. അതാണ് അപ്പോൾ നമ്മുടെ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നതും. ഇല്ലെങ്കിൽ ഓരോ രാജ്യത്തും ഓരോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാനിൽ ഇപ്പോൾ യുദ്ധം നടക്കാൻ പോകണം, അമേരിക്ക ഇപ്പോൾ ബോംബിടും. അങ്ങനെ ബോംബിടുന്ന സാഹചര്യത്തിൽ അത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് ഉടനെ തന്നെ ഇവിടെ നിന്ന് ഒരു ജേർണലിസ്റ്റിനെ അങ്ങോട്ടേക്ക് കയറ്റി അയച്ച് അവിടെ ഇറങ്ങി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ പറ്റുന്നു. കാരണം രാജമൗലിയാണല്ലോ, അങ്ങനെ കാണിക്കാം. പിന്നെ ഡൊണാൾഡ് ട്രംപ് താരിഫൊക്കെ ഏർപ്പെടുത്തുമ്പോൾ ഇവിടെ കാണിക്കുന്നത് പോലെ ഒരു ജേർണലിസ്റ്റിനെ നേരെ അമേരിക്കയിലേക്ക് പറഞ്ഞു വിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ജേർണലിസ്റ്റിനെ വാടകയ്ക്കെടുത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ പുറകെ പാപ്പറാസി പോലെ നടന്ന് കണ്ട ഒരു കേരള മാധ്യമം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ കാണിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാർക്ക് പ്രഷറും പണിയും കൊടുക്കാനായിട്ട് അനിൽ അയിരൂറിന് സാധിക്കും. ശ്രീകണ്ഠൻ നായരൊക്കെ ആണെങ്കിൽ പിന്നെ പ്രഷർ കൊണ്ട് തലതല്ലി ചാവുമെന്നാണ് ഇങ്ങനെയൊക്കെ കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ശരി, എന്തായാലും വരുമ്പോൾ കാണാം.